ഹായ് മക്കളെ, നാളത്തെ സോഷ്യൽ സയൻസ് എക്സാം പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എൻ്റെ മക്കൾ, പ്രിയപ്പെട്ട മക്കൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. സാറേ എന്താ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമെന്ന് വെച്ചിട്ട്. മക്കളെ എന്നാ പിടിച്ചോ, നാളത്തെ എക്സാം പേപ്പറിൽ കാണാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ് ഗ്രീൻ റവല്യൂഷൻ. അറിയില്ല മക്കളെ, ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം. അതിൻ്റെ ബെനഫിറ്റുകളും ഉണ്ട്, അതുപോലെ തന്നെ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. അപ്പോൾ നോക്കാം നമ്മുടെ ഹരിത വിപ്ലവം. അപ്പോൾ ഹരിത വിപ്ലവത്തെ പറ്റി പഠിക്കുമ്പോൾ മക്കൾ പഠിക്കേണ്ട ഒരു സംഭവമാണ് MS സ്വാമിനാഥനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അയാളെ പറ്റിയിട്ട്, അയാളെന്നോ അയ്യോ സോറി അദ്ദേഹത്തെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് അദ്ദേഹം ജനിച്ചതും അദ്ദേഹത്തിനുള്ള പ്രൈസ് കിട്ടിയതും അദ്ദേഹത്തിനുള്ള പുരസ്കാരങ്ങളും എല്ലാതും പഠിച്ചു വെക്കാം. നോക്കാം നമുക്ക്. 2 phases ഓഫ് ദി ഗ്രീൻ റവല്യൂഷൻ. നമ്മുടെ ബെനിഫിറ്റുകളാണ് ചോദിക്കുന്നത്. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്. എന്തുകൂടി മക്കളെ, നമ്മുടെ ഇവിടെ നമ്മുടെ ഫുഡ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ ഒരു റവല്യൂഷൻ വന്നത്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം വന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മളവിടെ എന്ത് ചെയ്തു, ധാന്യങ്ങളുടെ ഉൽപാദനം കൂടി. അതുപോലെ തന്നെ എൻഷുർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. എന്ത് ചെയ്തു, സ്വയം പര്യാപ്തത കൂടി. ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്പ്ഡ്. നല്ല പൈസ ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ, പക്ഷെ അതെന്ത് ചെയ്തു, കുറഞ്ഞു. കാരണം ഒരുപാട് ഫുഡ് കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്. ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പ് എന്നുള്ള അതൊക്കെ എന്ത് ചെയ്തു, കുറഞ്ഞു. ഇനി എന്താണ് ഇതിൻ്റെ ലിമിറ്റേഷൻ? ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ. മക്കളെ നല്ല രീതിയിൽ വെള്ളം ഉപയോഗിച്ചിരുന്നു. ആ വെള്ളം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവിടെ എന്താണ്, ഒരുപാട് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. ദാറ്റ് ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി. എന്തായിരുന്നു, ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ കൂടുതൽ ഉപയോഗിച്ചത് എന്താ, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് എന്ന് വെച്ചാൽ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല നല്ല ഫെർട്ടൈൽ സോയിലിൻ്റെ ഒക്കെ ഫെർട്ടിലിറ്റി എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്യപ്പെട്ടു, നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. കണ്ടോ, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂഷ്ഠത എന്താ സംഭവിച്ചത്, കുറച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കൃത്യമായിട്ട് പഠിക്കാനുള്ള. അപ്പോൾ ഈ ഗ്രീൻ റവല്യൂഷൻ ആലോചിക്കുമ്പോൾ ഗ്രീൻ റവല്യൂഷനെ മറ്റൊരു പേരും കൂടി എന്തായിരുന്നു, വീറ്റ് റവല്യൂഷൻ. കാരണം ഏറ്റവും കൂടുതൽ ആ ഗ്രീൻ റവല്യൂഷനിൽ വന്ന ഉൽപ്പന്നം ഏതായിരുന്നു, പ്രൊഡക്റ്റ് ഏതായിരുന്നു, അത് ഗോതമ്പായിരുന്നു, വീറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ വീറ്റ് റവല്യൂഷൻ എന്ന് വിളിക്കും. MS സ്വാമിനാഥനെ പറ്റിയിട്ട് മറക്കരുത് മക്കളെ. അപ്പോൾ എങ്ങനെ മക്കളെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ നമ്മൾ സെറ്റാക്കും മക്കളെ. അടിപൊളിയാവും, ഹാപ്പി ആയിട്ട് എക്സാം എഴുതി പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ബൈ ബൈ.